ഹായ് കൂട്ടുകാരെ, നമ്മളിപ്പോൾ ഉള്ള ഇന്ത്യയിലെ നിന്നല്ല ലോകത്തിൽ വെച്ച് ഏറ്റവും ഉയരം കൂടിയ റിവർ റാഫ്റ്റിംഗ് നടക്കുന്ന ലഡാക്കിലെ സംഗം വാലിയിലാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 11,000 അടിക്ക് മുകളിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റാഫ്റ്റിംഗ് സ്പോട്ടായി അറിയപ്പെടുന്നത്. ഈ സംഗം വാലി എന്ന് പറയുന്നത് ലേ ടൗണിൽ നിന്ന് ഏകദേശം 35 കിലോമീറ്റർ അകലെയാണ്. ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലഡാക്കിലെ തന്നെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നായ ഇൻഡസ് നദിയും സാൻസ്കാർ നദിയും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു പോയിൻ്റ് ഇവിടെയാണ്. ഇവിടുത്തെ ഒരു പീക്ക് ടൈമിങ്ങിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഈ രണ്ട് നദികളുടെ രണ്ട് വ്യത്യസ്ത നിറങ്ങൾ ഒന്നു ചേരുന്ന ആ കാഴ്ച കണ്ടുകൊണ്ട് നമ്മൾ റാഫ്റ്റിംഗ് അവസാനിപ്പിക്കുന്നത് അതൊരു പ്രത്യേക ഫീലാണ്. ഈ ഒരു പോയിന്റിലാണ് റാഫ്റ്റിംഗ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം രണ്ട് ഭാഗത്തു നിന്ന് രണ്ട് നദികൾ വന്ന് ചേരുന്നത്. നമ്മളിപ്പോൾ ഇവിടുന്ന് റാഫ്റ്റിംഗ് തുടങ്ങുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഏകദേശം കുറച്ച് ദൂരം ഇവരുടെ വണ്ടിയിൽ തന്നെ ഇവർ നമ്മളെ കൊണ്ടുപോകും. റാഫ്റ്റിങ്ങിനുള്ള ബോട്ട് വണ്ടിയുടെ മുകളിലുണ്ട്. റാഫ്റ്റിംഗ് മാത്രമല്ല ഇവിടുത്തെ പ്രത്യേകത, സാൻസ്കാർ നദിയുടെ മുകളിൽ കൂടെയുള്ള സിപ്പ് ലൈനും ഉണ്ട് ഇവിടെ. എന്തായാലും ഇവിടുത്തെ റാഫ്റ്റിംഗ് നിങ്ങൾക്കൊരു വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് തന്നെയായിരിക്കും. കാരണം ക്യാമറയിൽ പകർത്താൻ പറ്റിയ, നമുക്ക് ക്യാമറ ഓഫാക്കി വെക്കാൻ പറ്റില്ല, അത്രയും നല്ല വ്യൂകളായിരിക്കും ഇവിടെ കാണാൻ. 4 സൈഡും അടിപൊളി വ്യൂ. മലനിരകൾക്ക് നടുവിലൂടെ ഒഴുകുന്ന സിന്ധു നദി പൊതുവേ ഒരു നീല കലർന്ന പച്ച നിറമായിരിക്കും, ചില സമയത്ത് ഫുള്ള് നീല നിറമായിരിക്കും. പക്ഷേ സാൻസ്കാർ നദി അത് അങ്ങ് മലമുകളിൽ നിന്ന് വരുന്നതാണ്, അപ്പോൾ അതിൽ കൂടുതലും ചെളി കലർന്ന വെള്ളമായിരിക്കും. ഞങ്ങൾ ചൂസ് ചെയ്തത് ഗ്രേഡ് 1 റാഫ്റ്റിംഗ് ആണ്. ഗ്രേഡ് 1 റാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ തുടക്കക്കാർക്ക് അനുയോജ്യമായിരിക്കും. കാരണം ശാന്തമായ ഒഴുക്കും ആയിരിക്കും. നമുക്ക് പുതിയതായിട്ട് വരുന്നവർക്ക് വലിയ റിസ്ക് ഇല്ലാതെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഞാനത് എടുത്തു പറയാൻ കാരണം ഇവിടെ നദിയിലെ വെള്ളം ചില പാറക്കെട്ടിലും അല്ലെങ്കിൽ കുത്തനെ ഇറക്കങ്ങളൊക്കെ വരുമ്പോൾ അതിലൊക്കെ തട്ടി അതൊരു പതഞ്ഞൊഴുകുന്ന ഭാഗങ്ങളുണ്ടാവും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ നമുക്ക് പോകാൻ കുറച്ച് റിസ്ക് കൂടുതലായിരിക്കും. ആ സ്ഥലത്തിനാണ് നമ്മൾ റാപ്പിഡുകൾ എന്ന് പറയാം. ഈ റാപ്പിഡിൻ്റെ കാർഡിനും അനുസരിച്ചാണ് ഇവരിതിനെ ഓരോ ഗ്രേഡായിട്ട് തിരിക്കുന്നത്. ഗ്രേഡ് 1, ഗ്രേഡ് 2 അങ്ങനെ. ഇപ്പോൾ ഒരു ഗ്രേഡ് 3 അല്ലെങ്കിൽ ഗ്രേഡ് 4 ഒക്കെ ആകുമ്പോൾ നമുക്ക് കൃത്യമായ ഗൈഡൻസ് ഒന്നും ഇല്ലാതെ പോകാൻ പറ്റില്ല. കാരണം നല്ല ത്രില്ലിംഗ് ആയിരിക്കും, പക്ഷേ വലിയ ഓളവും റിസ്ക് കൂടുതലായിരിക്കും. ഈ കാണുന്ന പുഴയിലൂടെയാണ് നമുക്ക് റാഫ്റ്റ് ചെയ്ത് വരേണ്ടത്. അത് ആലോചിക്കുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട്. എന്ത് ഭംഗിയാണ് അല്ലേ, മലമുകളിലേക്ക് നോക്കുമ്പോൾ നല്ല നീല നിറത്തിലുള്ള ആകാശവും ചുറ്റിനും മലനിരകളും വല്ലാത്തൊരു പ്രത്യേക ഒരു അനുഭവം തന്നെയായിരിക്കും. നമ്മളങ്ങനെ നമ്മുടെ റാഫ്റ്റിംഗ് തുടങ്ങേണ്ട പോയിന്റിലെത്തി. ഇനി ഇവിടുന്ന് ബോട്ട് താഴെ ഇറക്കി ഒന്ന് പ്രിപ്പയർ ആവാനുണ്ട്. എല്ലാവർക്കും ലൈഫ് ജാക്കറ്റ്, ഹെൽമെറ്റൊക്കെ ഉണ്ടാവും. മറ്റേതെടുത്തില്ലട്ടോ, അത് കറക്റ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നോക്കാം. ലൈഫ് ജാക്കറ്റ്, ഹെൽമെറ്റ് നമ്മൾ നിർബന്ധമായും ധരിച്ചിരിക്കണം. കാരണം വെള്ളത്തിൽ വീണാൽ പോലും ലൈഫ് ജാക്കറ്റ് നമ്മളെ പൊങ്ങിക്കിടക്കാൻ സഹായിക്കും. അതുപോലെ അതിനൊരു വെറ്റ് സ്യൂട്ട് ഉണ്ട്. അതായത് സാൻസ്കാർ പോലെ മഞ്ഞൊരുക്കി വരുന്ന നദികളാണ് ഇവിടുത്തെ. അപ്പോൾ ഇവിടുത്തെ വെള്ളത്തിന് കഠിനമായ തണുപ്പായിരിക്കും. വെള്ളത്തിൽ വീഴുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയേ വേണ്ട. അതുകൊണ്ട് ശരീരത്തിൽ താപനില നിലനിർത്താൻ ഈ വസ്ത്രം നമ്മളെ സഹായിക്കും. പിന്നെ നമുക്കൊരു ഗൈഡ് ഉണ്ടാവും, ബോട്ടിൻ്റെ ഏറ്റവും പുറകിലൊരു ഗൈഡ് ഉണ്ടാവും. ഒരു പ്രൊഫഷണൽ ഇൻസ്ട്രക്ടർ ആയിരിക്കും. അപ്പോൾ അദ്ദേഹം പറയുന്ന പുള്ളിക്കാരൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഫോർവേഡ്, ബാക്ക്വേഡ് അങ്ങനെ പല കാര്യങ്ങളും പറയും. അതൊക്കെ കൃത്യമായി പാലിച്ചോണം. എങ്ങനെ നമ്മൾ ഇരിക്കണം, വെയ്റ്റിനനുസരിച്ച് ബാലൻസ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പുള്ളി കറക്റ്റായിട്ട് പറഞ്ഞു തരും.
चलिए ऑल फॉरवर्ड नाउ एवरीवन फॉरवर्ड चलाइए आगे के लिए चलाइए फॉरवर्ड यस फॉरवर्ड forward everyone forward now सब लोग चलाइए सब लोग साइड में मिलता है फ्री मिलती है മറ്റേ സാധനം വന്നു കേട്ടോ ഇത് റിസ്ക്കാ ഇതാണ് റിസ്കി സാധനം പിടിച്ചിരുന്നോ ഇല്ല ചെറുതാണെങ്കിലും ആ സൈഡ് തൊഴി പറയണ പോലെ अब इसका उल्टा चलाइए बैक पैडल एवरीवन Go back paddle everyone and stop everyone you can forward आगे चलाइए yes വെള്ളം നേരെ തുഴയണം and stop വെള്ളം നേരെ തുഴഞ്ഞാല് stop പോവാടാ